കളിയും ചിരിയും നിറച്ച വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്കായി വയോജന സംഗമം സംഘടിപ്പിച്ചു. കുട്ടിക്കാലത്ത് പാടി പഠിച്ച കവിതകളുടെയും പാട്ടുകളുടെയും തേനൂറും വരികൾ പാടിയും ആടിയും പങ്കുവച്ചും 250-ൽ പരം മുതിർന്ന പൗരന്മാരുടെ സൗഹൃദ കൂട്ടായ്മയായി വയോജന സംഗമം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മോഹനൻ മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.എസ്. ഷജിത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളായ ജിഷ സജീഷ്, ബിന്ദു മോഹനൻ, നസീമ ബഷീർ, ഷഹർബാൻ, അനിൽ കരുവത്തിൽ, തുളസി സന്തോഷ്, ഗീത രാംദാസ്, അനിത ത്രിദീപ് കുമാർ, ഉഷ ബാബു, അക്ഷയ് സുനിൽ, എം.ടി. നിതീഷ്, പി.വി. ആനന്ദൻ, ജിതിൻ റാം, പി.ബി. കണ്ണൻ, ശോഭന ഷൺമുഖൻ, ഫമിദ സിറാജുദ്ദീൻ, റീജ സിംഗ്, ICDS സൂപ്പർവൈസർ ജസീറ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ എല്ലാ അങ്കണവാടി ജീവനക്കാരും പങ്കെടുത്തു. എത്രയോ അനുഭവ സമ്പത്ത്, എത്രയോ മേഖലകളിൽ ജോലി ചെയ്ത അനുഭവം, അങ്ങനെയുള്ള വയോജനങ്ങൾ എന്ന് പേരിട്ടിട്ടുള്ള അല്ലേ, ഞാനും ഉൾപ്പെടെയുള്ള. അതിനോട് ഞങ്ങളുടെ ടീച്ചർ പറയരുത്, മിനി ടീച്ചർ പറയുന്നത്, ഞാൻ 7 പേരെ കൊണ്ടുവന്നിട്ട് മാഷെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 7 പേരല്ല 8 പേരുണ്ട്. അതാരാ? ഒന്ന് ഞാൻ, 8 പേരുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു സെക്കൻഡ് ഇന്നിങ്സ് ഉണ്ട്. ഞാനൊക്കെ സർവീസ് കഴിഞ്ഞ ശേഷം നമ്മൾ 2ാം ഇന്നിങ്സിലാണ് ഇപ്പോൾ അല്ലേ, പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട്. ഒരു നിമിഷം പോലും ഒഴിവില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ അറിവ്, ഇത്രമാത്രം അറിവും സമ്പത്തുമുള്ള നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മളെ പ്രയോജനപ്പെടുത്തണം? ഇതൊരു വലിയ ചോദ്യമാണ് ഇല്ലേ? ഒരു ആഫ്രിക്കൻ പഴമൊഴിയുണ്ട്, എന്താ, ഒരു വൃദ്ധൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ലൈബ്രറി കത്തി നശിക്കുന്നത് പോലെയാണെന്ന് പറയാം. നമ്മുടെ ഈ അറിവ്, ഈ സമ്പത്ത് നമ്മുടെ പഞ്ചായത്തിന്, നമ്മുടെ സമൂഹത്തിന് നമുക്ക് എങ്ങനെ ചാനലൈസ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം?